ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെയുള്ള അയാളുടെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ 7 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, വിഭജിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളായിട്ട്. എന്നിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഈ വ്യക്തിക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല നമുക്കൊരു 5 വയസ്സുള്ളപ്പോൾ, അതുപോലെയല്ല ഒരു 15 വയസ്സുള്ളപ്പോൾ, അതുപോലെയല്ല ഒരു 25-30 ആ പ്രായത്തിലൊക്കെ എത്തുമ്പോൾ, പിന്നീട് നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ അതേപോലെയല്ല. അപ്പൊ അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പല കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് ആണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. അപ്പോൾ 7 ഏജസ് ഓഫ് മാൻ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. അപ്പോൾ ഈ വേൾഡ്, ഈ ലോകം മുഴുവൻ ഒരു സ്റ്റേജ് ആണ്, ഒരു വേദിയാണ്, ഒരു നാടകവേദി പോലെയാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ, ഈ ലോകത്തിലുള്ള ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും എന്താണ്? മിയർലി പ്ലേയേഴ്സ്. മിയർലി എന്ന് വെച്ചാൽ വെറും കളിക്കാർ മാത്രമാണ്. They have their exits and their entrances. എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് കടക്കാനായിട്ട്, പ്രവേശിക്കാനായിട്ടുള്ള വാതിലിനെയാണ് എൻട്രൻസ് എന്ന് പറയുക. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് പോകാനുള്ള ഡോറിനെയാണ് പറയുക. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഡോറുണ്ട്, അതുപോലെ തന്നെ പുറത്തേക്ക് കടക്കാനായിട്ടുള്ള ഡോറുണ്ട്. എന്ന് വെച്ചാൽ എൻട്രൻസ് എന്ന് പറയുമ്പം എന്താ? ജനനം. അതുപോലെ തന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തിൽ ജനനമുണ്ട്, മരണമുണ്ട്. And one man in his time plays many parts. അങ്ങനെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ plays many parts എന്ന് പറഞ്ഞാൽ പല റോളുകൾ പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു കുട്ടിയായിട്ടായിരിക്കും, ചിലപ്പോൾ അച്ഛനായിട്ടായിരിക്കും, ചിലപ്പോൾ അപ്പൂപ്പനായിട്ടായിരിക്കും. അങ്ങനെ പല വേഷങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതകാലത്തിൽ. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. അപ്പോൾ വില്യം ഷേക്സ്പിയർ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, പല കാലഘട്ടങ്ങളായിട്ട്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫന്റ്. ആദ്യം എന്താണ്? ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ച കുട്ടി, ചെറിയ കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ തന്നെ പിക്ചർ കൊടുത്തിട്ടില്ലേ? ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഇത്ര പോകുന്ന ഒരു ചെറിയ കുട്ടീനാണ് പറയുന്നത്. മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംസ്. നേഴ്സിന്റെ കയ്യിൽ കടന്നിട്ട് മ്യൂലിംഗ് എന്ന് പറഞ്ഞാൽ കരയുക, പ്യൂക്കിംഗ് എന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ കുട്ടിയായിട്ടാണ് ഈ ലോകത്തിലോട്ട് നമ്മൾ ഓരോരുത്തരും വരുന്നത്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അപ്പോൾ പിന്നീട് വരുന്ന കാലഘട്ടം ഈ പിക്ചർ പോലെയാണ്. ഒരു സ്കൂൾ ബോയ് ആണ് വിത്ത് ഹിസ് സാഷൽ. വൈനിങ് സ്കൂൾ ബോയ് എന്ന് വെച്ചാൽ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ ബോയ്. വിത്ത് ഹിസ് സാഷൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാഗ് ഇട്ടിട്ട്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഷൈനിങ് ഫേസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചിനെ പോലെ എഴഞ്ഞ് ഒരു താല്പര്യം ഇല്ലാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പ്രായം. അൺവില്ലിംഗ്ലി ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ലാതെ, മറ്റാരും നിർബന്ധിച്ചിട്ട് പോകുക. വില്ലിംഗ് എന്ന് പറഞ്ഞാൽ താല്പര്യപ്പെടുന്നു, അൺവില്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? താല്പര്യപ്പെടുന്നില്ല, താല്പര്യം ഇല്ലാതെയാണ് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പം ഇൻഫന്റ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്കൂൾ ബോയ് ആയിട്ട് മാറുന്നു. ആൻഡ് ദെൻ ദ ലവർ. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഒരു ലവർ ബോയ് ആണ്, ഒരു കാമുകന്റെ ഒരു പ്രായമാണ്, ഇഷ്ടപ്പെടുന്ന, ലവ് ചെയ്യുന്ന ഒരു പ്രായമാണ്. സൈയിങ് ലൈക്ക് ഫേർണസ് വിത്ത് എ വോഫുൾ ബെലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസസ് ഐബ്രോ. സൈയിങ് ലൈക്ക് ഫേർണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടെയുള്ള നെടുവീർപ്പിടുന്ന, എന്ന് വെച്ചാൽ ഫേർണസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന ചൂള എന്ന് പറയും മലയാളത്തിൽ, അതിനെയാണ്. ഭയങ്കര ചൂടുള്ള ഒരു സാധനമാണ് അത്. വിത്ത് എ ബെലാഡ് എന്ന് പറഞ്ഞ ഒരു ലവ് സോങ് ആണ്. വോഫുൾ ബെലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരഹഗാനം എന്നൊക്കെ പറയാം. വിഷമത്തോടെ എഴുതുന്ന ഒരു ലവ് സോങ്. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസസ് ഐബ്രോ. താൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു വിരഹഗാനം എന്ന് പറയാം. അപ്പൊ അതായത് ആ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായത്തിൽ എത്തുന്നു. എന്നിട്ട് പലപ്പോഴും അത് നടക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയെ കിട്ടാതെ പോകുമ്പോഴുള്ള ഒരു ഫേസ്, അതിനെയാണ് ആ ഒരു സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എഴുതുന്ന വിരഹഗാനങ്ങളൊക്കെ വായിക്കുന്ന, അത് വായിച്ച് നെടുവീർപ്പിടുന്ന ഒരു ലവർ ബോയ് അല്ലെങ്കിൽ ഒരു കാമുകനെയാണ് മൂന്നാമത്തെ ഫേസിൽ കാണുന്നത്.
നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് then a soldier full of strange oaths and bearded like the pard. പിന്നീട് വരുന്നത് ഒരു സോൾജിയർ ആവുന്ന ഒരു ഫേസ് ആണ്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് എന്ന് പറഞ്ഞാൽ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ ശബ്ദങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്ന, ഓത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം, പ്രതിജ്ഞ ചെയ്യാന്നൊക്കെ പറയില്ലേ, പ്രതിജ്ഞകളൊക്കെ എടുക്കുന്ന. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാർഡ് എന്ന് വെച്ചാൽ ഒരു ലെപ്പേർഡിനെ പോലെ താടിയൊക്കെ വെച്ചിട്ടുള്ള, അങ്ങനെയാണ് പിന്നീടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ജെലസ് ഇൻ ഓണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. ജെലസ് എന്ന് വെച്ചാൽ അസൂയപ്പെടുക, ഇൻ ഓണർ എന്ന് വെച്ചാൽ അഭിമാനം, അതായത് അഭിമാന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മളെക്കാളും നല്ല രീതിയിൽ വേറൊരാൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് അസൂയ തോന്നുക, അങ്ങനത്തെ ഒരു ഫേസ് വരെയാണ്. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ എന്ന് വെച്ചാൽ വഴക്കാണ്. അപ്പൊ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് വഴക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലെത്തും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പേര്, അപ്പം പേരും പെരുമയും എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തില്, അതുപോലെ സീക്കിംഗ് എന്ന് വെച്ചാൽ അത് നേടാനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള, നൈമിഷികമായിട്ടെന്ന് പറയാം, കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു പേരും പെരുമയും, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് എത്താം. ഈവൻ ഇൻ ദ ക്യാനൺസ് മൗത്ത്, ക്യാനൺ എന്ന് വെച്ചാൽ പീരങ്കി, അപ്പോൾ പീരങ്കിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ എന്താ സംഭവിക്കുക, ആള് മരിക്കും അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പോലും ആ നൈമിഷികമായിട്ട് കിട്ടുന്ന റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട്, ആ പേരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും. അതാണ് നാലാമത്തെ ഏജ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ എന്താണ്, ആൻഡ് ദെൻ ദ ജസ്റ്റിസ്, പിന്നീട് ഒരു നീതിമാനായിട്ടുള്ള, ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി, പിന്നീട് നീതിമാനായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രായത്തിലോട്ട്, ഒരു കാലഘട്ടത്തിലോട്ട് എത്തും. ഇൻ ഫെയർ റൗണ്ട് ബെലി വിത്ത് ഗുഡ് കേപ്പ് ഇൻ ലൈൻഡ്. എന്നിട്ട് എന്താണ്, കേപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, അപ്പൊ ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറച്ച് വയറൊക്കെ ചാടിയിട്ട്, അതാണ് ഫെയർ റൗണ്ട് ബെല്ലി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രൂപമായിട്ട് മാറും, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ദ ഫോമൽ കട്ട്, അപ്പോൾ കണ്ണുകളിൽ കുറച്ച് തീക്ഷ്ണതയൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ബിയർഡ് ഓഫ് ഫോമൽ കട്ട് എന്ന് പറഞ്ഞാൽ ഫോമൽ ആയിട്ടുള്ള രീതിയിലാണ് താടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കുട്ടികളായിരുന്ന സമയത്തുള്ള പോലെ അല്ലല്ലോ കുറച്ച് പ്രായം കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ ഫോമൽ ആയിട്ടുള്ള രീതിയിലേക്ക് താടിയൊക്കെ വെക്കും. ഈ പിക്ചർ നോക്കി മനസ്സിലാക്കിയാൽ മതി, ഈ പിക്ചറിൽ കാണുന്ന ഒരാളെ പോലെ ആയിട്ട് മാറും കുറച്ചും കൂടെ പ്രായം കഴിയുമ്പോൾ. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. മോഡേൺ ഇൻസ്റ്റൻസസ് എന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാതൃകകൾ. അതുപോലെ തന്നെ ഫുൾ ഓഫ് വൈസ് സോസ് എന്ന് വെച്ചാൽ, വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിപരമായ, സോസ് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിപരമായ രീതിയിൽ നന്നായിട്ട് വിലയിരുത്തിയിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ താൻ പണ്ട് ജീവിച്ചു വന്ന കാര്യങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചും കൂടി ബുദ്ധിമാനായിട്ട് മാറും. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ആ ഭാഗത്ത് എന്ത് റോളാണോ പ്ലേ ചെയ്യേണ്ടത്, എന്ത് വേഷമാണോ പ്ലേ ചെയ്യേണ്ടത്, അത് അതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രായത്താന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഉപദേശങ്ങൾ കൊടുക്കേണ്ടി വരും, അതൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ദ സിക്സ് സ്റ്റേജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആറാമത്തെ ഏജിൽ എന്താ ഉണ്ടാവുക, ഇവരുടെ വെയിറ്റ് ഒക്കെ കുറച്ച് കുറയും. അപ്പോൾ പണ്ട് ഇട്ടിരുന്ന പാൻറ്റലൂൺ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ലൂസാവും. ലീൻ എന്ന് വെച്ചാൽ മെലിഞ്ഞ. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. പിന്നീട് കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറയുമ്പോൾ മൂക്കിൽ എന്ത് വെക്കേണ്ടി വരും, സ്പെക്ടക്കിൾസ്, അതായത് കണ്ണട വെക്കേണ്ടതായിട്ട് വരും. ആൻഡ് പൗച്ച് ഓൺ സൈഡ്, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിലെ പോലെ തന്നെ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. സൈഡിൽ കണ്ടില്ലേ, പൗച്ചിൽ കൈ ഇട്ടിട്ടുണ്ട്, പാന്റിന്റെ പോക്കറ്റിനെയാണ് പറയുന്നത്. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ്. അപ്പോൾ യൂത്ത്ഫുൾ ഹോസ് എന്ന് പറയുന്നത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോത്ത്സിനെയാണ്. അതൊക്കെ എന്തുണ്ടാവും, ലൂസാവും. അതാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാലൊക്കെ വണ്ണം കുറഞ്ഞു വരുന്ന സമയത്ത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാൻസും ക്ലോത്ത്സ് ഒക്കെ വളരെ ലൂസാവും. അപ്പൊ ഈ വ്യക്തികളെ സംബന്ധിച്ച് അത് വളരെ വലുതാണ്, ആ ക്ലോത്ത്സ് ഒക്കെ വളരെ വലുതാണ് എന്നുള്ള രീതിയിൽ എത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ ഹിസ് shrunk shank and his big manly voice turning again toward childish treble pipes and whistles in his sound. അപ്പോൾ ഫോർ ഹിസ് shrunk shank എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെലിഞ്ഞു പോയ, ഷാങ്ക് എന്ന് പറയുന്നത് ഞാൻ ഈ പോയിന്റർ കാണിക്കുന്ന ഭാഗമാണ്, അതായത് കാൽമുട്ടിന്റെയും അതുപോലെ തന്നെ കണങ്കാലിന്റെയും ഇടയിലുള്ള ഭാഗം. ആ ഭാഗം എന്താവും, ഷ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിയും നല്ലോണം. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, എന്നിട്ട് പണ്ടുണ്ടായിരുന്ന മാൻലി വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ, പണ്ടത്തെ ആ ഡീപ്പായിട്ടുള്ള ഒരു പുരുഷന്റേതായ ആ ഒരു ശബ്ദം. ടേണിങ് അഗെയിൻ
ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ, അത് കുട്ടികളെ പോലെ തന്നെ ആയി മാറാനായിട്ട് തുടങ്ങുകയാണ്. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. പൈപ്സ് ആൻഡ് വിസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസാരം അത്ര ക്ലാരിറ്റി ഉള്ളതായിരിക്കില്ല, ഇടയിലൊക്കെ വേറെ ഓരോ സൗണ്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നീട് കുട്ടികളെ പോലെ ക്ലാരിറ്റി ഇല്ലാത്തൊരു സംസാരത്തിലേക്ക് അവർ മാറും. അതാണ് 6th ഏജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, അവസാനത്തെ ദൃശ്യം എന്താണ്? 7ാമത്തെ ഏജ് എന്ന് പറയുന്നത്. ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവന്റ്ഫുൾ ഹിസ്റ്ററി. അപ്പം പണ്ടത്തെ അവരുടെ ആ ജീവിതത്തിന്റെ ചരിത്രം മുഴുവൻ അവസാനിക്കുന്ന ഒരു കാലമെത്തും. അതാണ് 7ാമത്തെ ഏജ് എന്ന് പറയുന്നത്. is second childishness and mere oblivion. ചൈൽഡിഷ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? കുട്ടിത്വം, കുട്ടികളെ പോലെ ആവണം. അത് 2ാമത്തെ ഒരു കുട്ടിക്കാലം വന്നതുപോലെയാണ്. ആൻഡ് മിയർ ഒബ്ലീവിയൻ, ഒബ്ലീവിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്ന, ഒന്നും ഓർമ്മയില്ലാത്തൊരു അവസ്ഥ, അതിലേക്ക് എത്തും. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിഥിങ്. സാൻസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എന്നാണ്. സാൻസ് ടീത്ത് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ? പല്ലില്ലാതെ. സാൻസ് ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച ഇല്ലാതെ. സാൻസ് ടേസ്റ്റ്, ടേസ്റ്റ് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ. സാൻസ് എവറിഥിങ്, പിന്നീട് ഒന്നും ഇല്ലാതായിട്ട് മാറുന്നു. അപ്പോൾ അത്രയും ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. അതാണ് 7ാമത്തെ ഫേസ് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്, ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്ത ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ ഇത് മുഴുവനായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഒരു പോം പോലെയുള്ള ഭാഗമല്ല, ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്ലേയുടെ ഒരു ചെറിയ ഭാഗമാണ് എന്നുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, കാരണം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.